മാറ്റി തന്നെ ഉണ്ടാവും. ഹലോ ഗൈസ്, സമയം 8:30. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നുള്ളൂ, വീട്ടിലേക്ക് കയറുന്നുള്ളൂ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, 2 മിനിറ്റ് എടുക്കാറുണ്ട്. മാറ്റി തന്നെ ഉണ്ടാവും. അതെ അതെ എനിക്ക് അതെ, വാ വാ വാ. സോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ ഡേ. നല്ല വെയിലാണ്ടെന്ന്. ഇന്നലെ മാത്രം വന്നാണ് പാഴ്സൽ കണ്ടത്. 1 2 3 4. ഇന്നത്തെ കണ്ടതിൽ കുറച്ച് അൺബോക്സിങ് ഉണ്ട്, കുറച്ച് സർപ്രൈസ് ഉണ്ട്. ഇത് ആദ്യക്കുള്ളതാണത്. ഇതൊരു കിടില സാധനമാണ് ആദ്യക്കുള്ളത്. എന്തിനാണത്? പൗഡർ നമ്മളെ ഹെയറിന് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇത് കഴിക്കുന്നത് നല്ലതാ. ഫോർ ഇമ്മ്യൂണിറ്റി, ഫോർ യുവർ ഹെൽത്ത് ഓഫ് ഹെയർ. ഇതെങ്ങനെ കഴിക്കും? വെള്ളത്തിലിട്ട്, ജസ്റ്റ് വെള്ളത്തിലിട്ടോ. വെള്ളത്തിലിട്ട്. നെക്സ്റ്റ് നമുക്ക് ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പൊട്ടിക്കാം. ഷീൻ ഞാൻ വന്നിട്ട് പൊട്ടിച്ചാൽ മതി. ജലദോഷം എങ്ങനെയുണ്ട്? മൂക്കൊക്കെ ചുവന്നിരിക്കണ്ടല്ലോ. കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഞങ്ങളത് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. എന്റെ ഞാൻ കാണാതെ കണ്ട പകുതി പൊട്ടിച്ച് വെച്ചാക്കിയാണ് ഞാൻ. എനിക്കാണെങ്കിൽ ഇങ്ങനെ വന്ന അപ്പൊ തന്നെ പൊട്ടിച്ച് നോക്കണം. അത് ഞാൻ തന്നെ പൊട്ടിക്കണം. എനിക്ക് അങ്ങനത്തെ നിർബന്ധമൊക്കെ ഉണ്ട്. ഇതാ ആദിക്കാണ്. എന്റെ ബാക്കി സാധനങ്ങൾ ഇതിലാണ് വന്നത്. ഓക്കെ ഓക്കെ, ഇതൊക്കെ എന്റെ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതെന്റെ മോയ്സ്ചറൈസർ. ഐ ലവ് ഇറ്റ്. ഇതെന്റെ സൺസ്ക്രീൻ അക്വലോജിക്ക. ഞാൻ യൂസ് ചെയ്യുന്ന കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് അക്വലോജിക്കയുടെ സൺസ്ക്രീൻ. ഇതാണ് ആദില. സോ ഗുഡ്. ഗൈസ്, മനസ്സിലായോ എന്താണെന്ന്? നീർത്ത് ആദി എങ്ങനെയാ ആദി? ഓക്കെ ആണോ? അത് നൈസാണ്, എനിക്ക് കംഫർട്ടബിൾ ആണ്. ആദിക്ക് എങ്ങനെയാണെന്നോ? ആദിക്ക് കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ ഇതേപോലത്തെ ആദ്യം ജനിച്ച് നാട്ടിൽ പോകുന്ന ടൈമിൽ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എയർപോർട്ടിൽ വെച്ചിട്ടില്ലേ, ഞാൻ എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണ്. ശരിയാണ്, ഇവിടെ ഈ ലോക്കില്ലേ ഇതിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഈ ഒരു ഗ്യാപ്പിൽ കൂടി ഇങ്ങനെ മറിഞ്ഞ്, കാല് മാത്രം ഇവിടെ ആയിട്ട് ഇങ്ങനെ മറിഞ്ഞ് ആകെ വിഷയമായി. എയർപോർട്ടിലൊക്കെ എല്ലാവരും കൂടി, വിഷയമൊന്നല്ല, എല്ലാവരും പാനിക്കായി പെട്ടെന്ന്. അന്ന് ചെറുതല്ലേ, ആകെ 30 ഡേയ്സ് ആയിട്ടുള്ളൂ, 30 ആയിട്ടില്ലെന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിലൂടെ പോയപ്പോൾ നമ്മൾ ആകെ ഭയങ്കരമായിട്ട് പേടിച്ച്. അപ്പം അന്ന് നമ്മൾ വിചാരിച്ച് ഈ സാധനം നമ്മൾ ഉപയോഗിക്കണില്ല, നമുക്കിത് വേണ്ട, ഇത് ഉപയോഗിച്ചിട്ടുള്ള ഇത് വേണ്ടെന്ന് വിചാരിച്ച്. എന്നിട്ട് ആ സാധനം അവിടെ എയർപോർട്ടിൽ വെച്ച് കളഞ്ഞ്, എയർപോർട്ടിൽ വെച്ച് കളഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോയത്. അതായത് ഈ ലോക്ക് ഇട്ടുണ്ടായിരുന്നില്ല, അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. സോ നമ്മളത് പിന്നെ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടാതി? ചില സ്ഥലത്ത് സ്റ്റോളർ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ ഇവനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണത്, ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ പാടില്ല. ഒന്നാമത്തെ ഇവിടെ അങ്ങനെ പാടില്ല. ഇത് യൂസ് ചെയ്യാം, കുറച്ചും കൂടി സേഫ് ആൻഡ് കംഫർട്ടബിൾ ആണ്. നമ്മൾ വിചാരിച്ചു എന്നാ കൂടി ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാന്ന്. ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവര് നമ്മളുടെ ചേർത്തിക്കില്ല, നമ്മളെ തണുപ്പത്തായാലും നമ്മളുടെ ആ ഒരു ബോഡി ടെമ്പറേച്ചറിൽ അവർ കംഫർട്ടബിൾ ആയിരിക്കും. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കവർ ചെയ്യാനായിട്ട് പറ്റൂട്ടോ. ചെറിയൊരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കീത്തിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് എനിക്ക് തന്നെ ഊരാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇവിടെ പിടിക്കുക കുട്ടീനെ. ഓക്കെ ഓക്കെ ഓക്കെ, അവനങ്ങ് എടുത്ത് വെക്കാത്രേ ഉള്ളൂ. അതിനെ വെക്കാനാണെങ്കിലും ഇതേപോലെ ആദ്യം അടിയിലെ ഫിറ്റ് ചെയ്യാ, ഇങ്ങനെ എടുത്ത് വെക്കാം. ഇവിടെ തന്നെ സെറ്റ് ചെയ്യാ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ബെൽറ്റ് 2 കൈയിലേക്ക് ഇടുക, ലോക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ അതിനെ പിടിച്ചോ. പിന്നെ ഇവിടെ ഒരു പോക്കറ്റ് വന്നിട്ട് കേട്ടോ, വലിയ എമൗണ്ട് ഒന്നുമില്ല ഇതിന്. എത്ര? 28 pounds ആണ് ഇതിന് റേറ്റ് വരുന്നത്.
അതിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ആദ്യം. റാഗി കുക്ക് ചെയ്ത് ആപ്പിള് ഡേറ്റ്സ് ഒക്കെ അരച്ചെടുത്ത് എല്ലാം ഞാൻ ശരിയാക്കി വന്നപ്പോ ആൾ ഉറങ്ങിപ്പോയി. ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നു, കൊടുക്കാതെ നോക്കിയപ്പോൾ ആൾ ഉറങ്ങിയിരിക്കണ്. പാവം. പിന്നെ ഉറങ്ങേണ്ട സമയമാണ് ഇപ്പാ. നീ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങേണ്ട സമയമോ. കിളി പോയിരിക്കേണ്ട അവർക്ക് ഇത് കഴിഞ്ഞിട്ട്. അതി കാണിച്ച് അമ്മടെ വട്ടാണ് കാണുന്നത്. അമ്മ എന്തെങ്കിലും ഇങ്ങനത്തെ വട്ട് കാണിക്കും, അവൻ കിടന്ന് ചിരിക്കും. വാ. എനിക്ക് ആദ്യം കളർഫുൾ ഡ്രസ്സാണ് ഇഷ്ടം. ലൈറ്റ് കളേഴ്സ്. ഇത് വൻ കളർഫുൾ ആയി പോട്ടെ എത്തു. സമ്മർ അല്ലേ? സമ്മർ കളർഫുൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട കുട്ടാപ്പൂ. കുട്ടാപ്പൂടെ ഉറക്കത്തിന് തെറ്റാലില്ല, പെട്ടെന്ന് ആള് ഇതാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട പൊന്നോ. പുലിയ. ഗൈസ്, ആ ഡെലിവറി വന്നതിൽ എൻ്റെ ഒരു ഡ്രസ്സാണ് ഇത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഒരു ഒരു മിൽക്കി യെല്ലോ കളറ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറാണിത്. ബോഡി തീംസിനൊക്കെ ഉള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡ്രസ്സ്. ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് പോകുമ്പോൾ ഇടാനായിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. സോ ഐ തോട്ട് ലൈക്ക് ഐ ക്യാൻ ഷോ ദാറ്റ് യു ഗൈസ്. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എൻ്റെ വയറൊന്നും ചുരുങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഞാനൊരു ഷേപ്പ് ഇടാറുണ്ട്. ഇപ്പൊ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. സോ ഇപ്പൊ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ മേക്കപ്പ് ഒക്കെ ചെയ്ത് എങ്ങനെയുണ്ട്? തന്നെ നീട്ടുള്ളൂ. അത് ആ കുഴിയിലേക്ക് പോയി നോക്കി. തന്നെ എണീക്കും ആള്, തന്നെ പിടിച്ചെണീക്കും. എൻ്റെ അതി കണ്ടാ ഏത് സന്ദർഭത്തിൽ നിന്നും കരകയറി വരും. ഗൈസ്, ഇത് നല്ല ഡ്രസ്സായിട്ടുണ്ട്. അപ്പൊ ഇത് ലിങ്ക് ഏതാണ്? ഇത് ഷീനിന്നാണ് ഓർഡർ ചെയ്തത്. ഷീനിന്നാണ് ഓർഡർ ചെയ്തെന്നാ പറയുന്നത്. നല്ലായിട്ടില്ലേ? ഇഷ്ടായി. ആക്ച്വലി സമ്മർ ആയിട്ട് എനിക്ക് അങ്ങനെ സമ്മർ ഡ്രസ്സസ് ഒന്നും ഉണ്ടായില്ല. സോ ഐ ഫീൽ ലൈക്ക് ഞാൻ കുറച്ച് സമ്മർ ഡ്രസ്സസ് ഒക്കെ ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ ഞാനൊരു ടോപ്പ് ഓർഡർ ചെയ്തിട്ടോ. ഐ ഷോ യു. സിമ്പിൾ ജീൻസിന്റെ ഒക്കെ ഇടാൻ പറ്റിയ എന്തോ ഒരു 4 പൗണ്ട് ഉള്ളതിന്. അത് ഞാൻ കാണിച്ചു. ആദ്യം വേണ്ടിട്ട് 2 ഫോം വാങ്ങിയിട്ടുണ്ട്. 2 ഫോണല്ല, ഒരു ഫോം വാങ്ങിയിട്ടുണ്ട്. ഹലോ ഹലോ ഡാഡാ. ഇത് റിമോട്ട് അല്ല, ബാറ്ററി ഇടണം. അത് വാങ്ങിയിട്ടുണ്ട്. ഇനി റിമോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ ഫോൺ എടുക്കരുത്, ഓക്കെ? കടിച്ചിരുന്നോളൂ. സോ ഇത് വേറൊരു സിമ്പിൾ ടോപ്പാണ്. വെറും 4 പൗണ്ട് ചെയ്തതിനായിട്ടുള്ളൂ. ഇതൊരു ജീൻസിനൊക്കെ കൂടാൻ പറ്റിയൊരു സമ്മർ ടോപ്പാണ്. സോ യാ. ഞാൻ ഉറക്കം കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്താ ഇവിടെ നടന്നത്? ചില്ലി പോർക്ക്, ഫ്രൈഡ് റൈസ്, കല്ലക്കീത്തത്. ഈ അടുത്ത് എന്താണെന്നറിയില്ല, ഇതിന് കുക്കിങ്ങിന്റെ ഒരു പ്രാന്ത് കയറിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ചില്ലി ഗോബി, അതന്നെ. ഇത്ര നാൾ എന്തായിരുന്നു വെച്ചിട്ടാണ് ഇവിടെ നല്ല ചോറ് തന്നെ ചോറായിരുന്നു. ഇപ്പൊ വെറൈറ്റികൾ പിടിക്കുന്നുണ്ട്. വെറൈറ്റി പിടിക്കുന്നുണ്ട്. അതെ, നിനക്ക് തന്നെ വെറൈറ്റി കിട്ടി തുടങ്ങിയാ? ആദ്യക്ക് സെയിം തന്നെ, വെറൈറ്റി ഒന്നും ഇല്ല നിനക്ക് അല്ലേ? ലഞ്ച് കഴിക്കട്ടെ. ലഞ്ച് കഴിക്കുന്ന സമയം നോക്കി ഗൈസ്, 5:30 പിടിച്ച കുക്കിംഗ് ആണ്. പോർക്ക് കട്ട് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. നീയാണ് പറഞ്ഞു ചെയ്തോളാന്ന്. അതെ, പക്ഷേ പിന്നെ ഈസിയാണ് പോർക്ക് കട്ട് ചെയ്യാനായിട്ട്. അവിടെ ടേബിളില് ഇവിടെ എന്താ? ഫ്രൈഡ് റൈസ്, ചില്ലി പോർക്ക്. കൂടുതലാണോ? എന്താണ് നിങ്ങൾ ക്വാണ്ടിറ്റി കുറവായിട്ടാണോ കൊടുക്കണം? ഈ ക്വാണ്ടിറ്റി കൊടുക്കുള്ളൂ. ഇവിടെ ഹെൽത്ത് നോക്കുന്ന ഒരു ഹോട്ടലാണത്. ഒരാൾക്കല്ലേ? മതി. അവിടെ ടേബിൾ പോയിരുന്നായിരിക്കും കേട്ടോ. അടുത്താണ്. താങ്ക് യു.
പാല് തരാം കേട്ടാ. അത് വെള്ളം കുടിച്ചില്ല. കൊഞ്ചിക്കാൻ നിന്ന് അപ്പൊ ഒരു കിടുങ്ങലൊക്കെയാണ്. സോ ഗൈസ് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. കുറച്ച് റൈസ്, കുറച്ച് പോർക്ക്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ ഫീൽ ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. കളക്കനുണ്ട് ഇത് ഈ അടുത്ത്. അത് ഈ അടുത്ത് എനിക്ക് നല്ല ഭാഗ്യമുണ്ട്, നിനക്കില്ല. ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് അല്ല ആദി കുളിക്കാൻ ചെക്കൻ്റെ ഇഷ്ടം. ചെക്കനെ കുളിക്കാൻ ഇഷ്ടമാണ്, കീത്തിനെ പോലല്ല. ഞങ്ങളൊന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി. ഈവനിങ് ആയപ്പോൾ, ഈവനിങ് അല്ല ഇപ്പോൾ ഏകദേശം ഒരു 7:15 ആയി. എവിടെ പോവും? പാർക്കിൽ പോവാം. ആദ്യമായി പോണ്. ഞങ്ങള് കുറച്ചിടം നടക്കാൻ പോയി, അറ്റം വരെ പോയി തിരിച്ചു വരികയാണ്. ഇതാണ് നമ്മുടെ റൂം, ഗ്രൗണ്ട് ഫ്ലോർ. അവിടെ എന്താ അവസ്ഥ നോക്കട്ടെ. അവിടെ പിള്ളേരൊക്കെ വന്നിരിക്കാറുണ്ടല്ലോ. ഞാനിവിടെ നിന്ന് വായ കൊണ്ട് സപ്പോർട്ട് ചെയ്യാ. വേണ്ട, അറ്റം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഗീത്തു, ഇവിടുന്ന് തൂങ്ങി അറ്റം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീത്തുന് ഞാനില്ലേ ഒരു എന്ത് വേണം? എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് ഇങ്ങനെ തന്നെ തൂങ്ങാൻ പറ്റില്ല. എനിക്ക് ഇവിടെ വേനെടുക്കണ്. എന്റെ അമ്മേ, അറ്റം വരെ പോയി കഴിഞ്ഞാൽ പൊളിയായിരിക്കും ഗീത്തു, സ്റ്റാറായി. ഞാൻ നോക്കട്ടെ ഗീത്തു. ഞാൻ നോക്കട്ടെ, ടൂ മച്ചാണോ നോക്കട്ടെ. അവിടെ കിടന്ന് ആടാനല്ല വന്നത്. Come on. Well done. Keep doing. One more. One more. Yeah. Well done. എന്റെ എനിക്ക് പറ്റൂല, കൈവൻ എടുക്കണല്ലേ. അടുത്ത ചലഞ്ച് ഉണ്ട് ഗീത്തുണ്ടോ? ഇത് ഈസി. It's fine. This is not a big deal. കൈയിട്ട് പോകാൻ പറ്റുമോ? വേണ്ട. അമ്മടാ വട്ട് നോക്കിയ പോലെ അമ്മക്ക് ഭ്രാന്തായി. ഇനി ഞാൻ തിരിച്ചു അതിലേ അങ്ങോട്ടും വരാം. തിരിച്ചങ്ങോട്ട് വരും. കാരണം ചെരുപ്പോടെ കിടക്കാണ്. പക്ഷെ അത് മോനെ ഒന്നിടല്ലേ. ചാട്. ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല സക്സസ്ഫുള്ളി. നീ കെയർഫുൾ ആയിട്ട് ഓടിച്ചേ. ഓഫ് റോഡാണ് പോണത്. അതിന്റെ വീല് അവിടെ കുറച്ച് പിള്ളേരെ കളിക്കണ്ട്, അപ്പൊ അതൊക്കെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങി പോകണം. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോകണം. നമ്മളുടെ ഒരു ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വരികയാണ്. ഷിഫ്റ്റിനോ ടൈമായി കീതു. എനിക്കിത് നൈറ്റ് അവിടെ പോയിട്ട് കഴിക്കാനുള്ള സാധനങ്ങൾ റെഡി ചെയ്തുന്നുണ്ട്. താങ്ക് യു മൈ വൈഫ്. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ ഗൈസ്. അതാണ്. അപ്പോൾ നാളത്തെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. കഴിക്കടാ. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പോട്ടെ. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു.